അടുത്തതായി സമാഗമത്തിൻ്റെ ഈ വേളയിൽ ഈ വേദിയിലേക്ക് എത്തുന്ന ഡോക്ടർ R.P. രാജ, മഹാരാജാവ് തിരുമനസിൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകനാണ്. ഹെൽത്ത് സർവീസിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി റിട്ടയർ ചെയ്ത അദ്ദേഹം മഹാരാജാവുമായുള്ള തൻ്റെ ഓർമ്മകൾ പങ്കിടാനായി ഈ വേദിയിലേക്ക് എത്തുന്നു. ഞങ്ങൾക്കുള്ളൊരു വലിയ ഭാഗ്യം മറ്റു പലരും അറിയാത്ത ഒരുപാട് ബാല്യകാല ഓർമ്മകളൊക്കെ പങ്കിടാനും അത് വീണ്ടും ഓർമ്മിക്കാനും അതൊക്കെ ഞങ്ങൾക്ക് അറിയാനും ഒക്കെ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. ഞങ്ങൾ തിരുവിതാംകൂർ രാജകുടുംബത്തെ കാണുന്നത് ബന്ധു എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് സോവറൻ രാജ്യഭാരം ചെയ്യുന്ന രാജാവായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ പറയുന്നത് വെച്ചാൽ കവടിയാർ കൊട്ടാരത്തിൽ പോയി കഴിഞ്ഞാൽ സംഗതി ഇപ്പം അമ്മയുടെ സഹോദരൻ മകനെന്നൊക്കെ പറയുമെങ്കിലും സ്ഥാനം കൊണ്ട് നമ്മൾ പ്രജകളും അവർ രാജാക്കന്മാരുമാണ്. അപ്പോൾ അതൊരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ ആ പരിമിതികളും പരിധികളും വെച്ചേ പെരുമാറാവൂ എന്ന് കുട്ടിക്കാലം തൊട്ട് തന്നെ പഠിപ്പിച്ച് വന്ന കാരണം ഇപ്പോഴും ഇങ്ങനെ കൂടെ ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. എൻ്റെ ബാല്യകാലത്ത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ വളരെ കുട്ടിക്കാലം തൊട്ട് തന്നെ കളിപ്രായത്തിൽ തന്നെ കളിച്ച് വളർന്ന ആൾക്കാരാണ്. പല രീതിയിലും കൊട്ടാരത്തിൽ എനിക്ക് 7 വയസ്സ് 6 വയസ്സ് 7 വയസ്സ് പ്രായമുള്ള സമയത്തും തമ്പുരാനുമായിട്ട് ഞങ്ങൾ ഓടിക്കളിക്കുകയും ഹൈഡ് ആൻഡ് സീക്ക് അത് വലിയ ഇഷ്ടമായിരുന്നു. അപ്പം അവിടെ കവടിയാർ കൊട്ടാരത്തിൻ്റെ 2ാമത്തെ നിലയിൽ, അപ്പോൾ ആ കൊട്ടാരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എന്നെക്കാളും കൂടുതൽ അറിയാം. എനിക്ക് 7 വയസ്സേ പ്രായമുള്ളൂ. അപ്പം ഞാൻ ഓടിപ്പോയിട്ട് വിളിക്കാൻ പറയും. തമ്പുരാൻ്റെ മുറിയിലിരിക്കും. ഞാൻ എവിടെയെങ്കിലും ഒളിച്ച് നിന്നിട്ട് കൂവണമല്ലോ, അങ്ങനെയാണല്ലോ നമ്മൾ അത് കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കും. പക്ഷേ തമ്പുരാൻ അതുപോലെ എന്നെ ഒരിടത്ത് ഇരുത്തിയിട്ട് വിളിക്കാൻ പോകും. പക്ഷേ ബിക്കോസ് ഈ ന്യൂ ഓൾ ദ പ്ലേസസ് കയറി ഒന്ന് എനിക്കൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും ഞാൻ തോക്കാറുണ്ട്. അങ്ങനെയൊരു ആണ് പ്രധാനപ്പെട്ട ഒരു ഓർമ്മ. പിന്നെ അല്ലാണ്ട് തന്നെ വളരെ ആക്റ്റീവായിരുന്നു. ടെന്നീസ് കളിക്കും. പിന്നെ അതുകൂടാണ്ട് ഞാൻ ബാംഗ്ലൂരൊക്കെ പോയി താമസിച്ചതിൻ്റെ കൂടെ ഒരുപാട് ഗെയിംസൊക്കെ സ്ക്വാഷ്, ഗോൾഫ്, റൈഡിങ്ങിൽ വലിയ പ്രഗത്ഭനായിരുന്നു. ടെന്നീസ് കളിക്കും. പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് അങ്ങനെയുണ്ട്. ഫോട്ടോഗ്രാഫിക്ക് സ്വന്തമായിട്ട് തന്നെ ഡാർക്ക് റൂമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾക്ക് ഇതൊക്കെ വലിയ അത്ഭുതമാണ്. അന്നത്തെ കാലത്ത് ഞാനൊക്കെ കൂടെ ഡാർക്ക് റൂമിനകത്ത് പോയി നിന്നിട്ട് 8 വയസ്സ് 10 വയസ്സിനകത്ത് ഇങ്ങനെ LRG ഇതൊക്കെ വരുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമാണ്. അപ്പോൾ അദ്ദേഹം മാത്രമേ ഉള്ളൂ ഈ ചുവന്ന ലൈറ്റൊക്കെ ഇട്ട് ഈ ഹോൾ കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് ഒരു കമ്പം വന്നത്? എന്തുകൊണ്ട് അങ്ങനെ ഒരു 1934 ഞങ്ങൾ ഡൽഹിയിലായിരുന്നു. അപ്പോൾ മഹാരാജ ജോൺസൺ എൻ്റെ ഒക്കെ പറഞ്ഞു, ഇനി ഇതൊരു ലേക്ക ക്യാമറയാണ്, ഇത് ഫിലിം ഇട്ടിട്ടുണ്ട് ഒരിടത്തുണ്ട്. അപ്പോൾ ഒരു 36 പടം എടുത്തു. പിന്നെ അടുത്തത് എൻ്റെ ലോഡ് ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്തു. പിന്നെ 3ാമത് മദ്രാസിൽ വന്നു, പറഞ്ഞു ഇപ്പോൾ ഈ ക്യാമറ ലോഡ് ചെയ്തിട്ട് മഹാബലിപുരത്ത് പോകണം, എന്നിട്ട് 36 പടം എടുത്തുകൊണ്ട് വരണം, എന്നിട്ട് അത് GK വേലിൻ്റെ കൈ കൊടുക്കും, അത് ഡെവലപ്പ് ചെയ്ത് ഒരു പോസ്റ്റ് കാർഡ് സൈസിൽ എൻലാർജ്മെൻ്റ് എടുക്കും, എന്നിട്ട് എനിക്ക് പരിചയമുള്ള ഒരു 7 സുഹൃത്തുക്കളെ വിളിക്കും. അവരൊക്കെ ഈ ഫോട്ടോഗ്രാഫിയിൽ ഒരു വലിയ സ്ഥാനമുള്ളവരാണ്. അത് നോക്കും. അത് കൊള്ളാമെങ്കിൽ ക്യാമറ വെച്ചുകൊണ്ടിരിക്കുക. ക്യാമറ ഇതുവരെ പോയിട്ടില്ല, ഇപ്പോഴും കയ്യിലുണ്ട്. അതെ. കുതിരസവാരിയിലുള്ളൊരു അത് കുട്ടിക്കാലം മുതൽ കുതിര വലിയ ഇഷ്ടമായിരുന്നു. അന്ന് കൊട്ടാരത്തിൽ കുതിരയുണ്ട്, 58 കുതിരയുണ്ടായിരുന്നു. പിന്നെ വണ്ടി ഉണ്ടായിരുന്നു. വൈകുന്നേരം ഒരു 4 മണി മുതൽ 4:30 വരെ ഒരു കുതിര കെട്ടിയ വണ്ടി, 2 കുതിര കെട്ടിയ വണ്ടി, 4 കുതിര കെട്ടിയ വണ്ടി ഓടിച്ച് ശീലിച്ചിട്ടുണ്ട്. അതിന് ഫോട്ടോഗ്രാഫ്സൊക്കെ ഉണ്ട്. ഇത് ഞാനെടുത്തതാണ്. ലോകത്തിൽ ഇതിനെക്കാട്ടി പൊക്കത്തിലൊരു ഭൂലോകത്തിൽ ഒരു സ്ഥലമില്ല. മൗണ്ട് എവറസ്റ്റിൻ്റെ മുകളിലാണ്. എന്ത് പ്രായത്തിലാണ് ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്? ഇത് 1980s എടുത്തതാണ്. നേപ്പാളിൽ പോയിരുന്നപ്പോൾ എടുത്തതാണ്. ഇത് സിലോണിലൊരു പടമാണ്. അതിൻ്റെ പൊക്കം അതിൻ്റെ അടുത്ത ആളിനെ കാണാം. ആളും മരവും കൊണ്ട് നോക്കിയുള്ള പ്രൊപ്പോർഷൻ കാണാം. ഒരു 60-70 ഫീറ്റ് പൊക്കം വരും. ഇത് ജർമ്മനിയിൽ ഒരു ഷ്ലോസ് എന്ന് പറയും, കോട്ടയ്ക്ക് അവർ ഷ്ലോസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇത് റിഫ്ലക്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ശേഷം ഒന്നുപോലെ ഇരിക്കും. ഇത് സോൾസ്ബറി കത്തീഡ്രൽ ഇൻ ഇംഗ്ലണ്ട്. ഇത് അവിടുത്തെ സാഹിബ്മാർ പോലും തരക്കേട്ടില്ല എന്ന് പറഞ്ഞു. വിദേശ യാത്രകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടാവുമല്ലോ? അധികം പോയിട്ടില്ല. ആദ്യം 33 പോയി, പിന്നെ 52 പോയി, പിന്നെ 56 പോയി, പിന്നെ 61 പോയി, പിന്നെ 79 പോയി, പിന്നെ പോയിട്ടില്ല. ഈ ഇത്രയും രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ട് ഏറ്റവും ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ള സ്ഥലം ഏതാണ്?
സ്വിറ്റ്സർലൻഡാണ് പിടിച്ചത്. പല രീതിയിലുള്ളവർ ഒരു രാജ്യത്ത് താമസിക്കുന്നു, അവർ തമ്മിൽ വഴക്കുകളൊന്നുമില്ല, വളരെ ഡിസിപ്ലിൻഡ് പീപ്പിളാണ്. പ്രകൃതിയും കനിഞ്ഞനുഗ്രഹിച്ചിട്ടുണ്ട്. നല്ല മല, എല്ലാം പാലിൻ്റെ സമൃദ്ധിയാണ്, ചീസ്, ചോക്ലേറ്റ്സ് ഇങ്ങനെയൊക്കെയാണ്. ഒരു ചോക്ലേറ്റിൻ്റെ കടലാസ് പോലും തടയിലെറിയില്ല. പിന്നെ രണ്ട് കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒന്ന്, അവിടുത്തെ പോലീസുകാരുടെ ഡിസിപ്ലിനും ജനങ്ങളുടെ ഹിതവും. സമയമുണ്ടെങ്കിൽ പറയാം. ഞങ്ങളവിടെ ചെന്നു. അപ്പോൾ ലുസേൺ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ശേഷം ഇവിടെ മുതൽ ഇതുവരെ പരുവത്തിലൊരു സിംഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കാണേണ്ട ഒരു ഇതാണ്. എൻ്റെ ഫോട്ടോഗ്രാഫുണ്ട്. ഇത് കഴിഞ്ഞിട്ട് യുങ് ഫ്രൗ എന്നൊരു പർവ്വതമുണ്ട്. അത് ഇങ്ങനെ പോകുന്നൊരു റെയിൽവേ ട്രെയിനിൽ കയറി പോകണം. അവിടെ എത്തി. അപ്പോൾ അവിടെ മഞ്ഞ് നിറച്ചുകൊണ്ട് എപ്പോഴും കാണും. അത് കണ്ടിട്ട് തിരിച്ചു വരാറായപ്പോൾ ഞങ്ങൾക്ക് ഒടുക്കലത്തെ ട്രെയിനാണ് കിട്ടിയത്. അതുകൊണ്ട് കയറി. അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സും അല്ലാത്ത ഒരു ക്ലാസ്സേ ഉള്ളൂ ആ ട്രെയിനിൽ. 6 അമേരിക്കൻസ് ഇതിൽ കയറി, 5 ബോയ്സും ഒരു ഗേളും. അവർക്ക് തേർഡ് ക്ലാസ് ടിക്കറ്റാണ്. അവർ ഫസ്റ്റ് ക്ലാസ്സിൽ കയറിയിരുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ വന്നു. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു, അവരെ ആക്ഷേപിച്ചു. ഇയാൾ ഒരുത്തരോട് പൊക്കം കുറഞ്ഞ ഒരാളാണ്, അപ്പോൾ ഇയാളെ ഇങ്ങനെ ആക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇയാളൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ചിത്രം ഇവർക്ക് ഒക്കൂ എന്ന് ഞാൻ വിചാരിച്ചു. ഒരു 5 മണി ട്രെയിൻ നിന്നു. 2 പോലീസുകാരെ തോന്നുന്നു, തോക്കുണ്ട് കയ്യിൽ, ഇങ്ങനെ കാണിച്ചു. ഈ 6 വരെ വെളിയിൽ ഇറക്കി വിട്ടു. ട്രെയിനങ്ങ് പോയി. പിന്നെ തിരിച്ച് ടൗണിൽ എത്തണമെങ്കിൽ 6 മണിക്കൂർ നടക്കണം. കേസ് ചാർജ് ഒന്നും ചെയ്തില്ല. അത്രയേ ഉള്ളൂ. അവർക്കൂടെ ശിക്ഷ അത്രയേ ഉള്ളൂ. അതുപോലെ വേറെ കാര്യം, അന്ന് ഞങ്ങൾ ചെന്നൈ, അന്ന് ഈ ലൂസേൺ ടൗണിൽ വലിയ ഒരു എല്ലാവർക്കും എന്തോ ഒരു 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 മനസ്സിന് ഒരു വിഷമം. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അമേരിക്കൻ ടൂറിസ്റ്റ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അവരെ 2 വലിയ ബസ്, ഗ്രേ ഹൗണ്ട് എന്നാണ് പറയുന്നത്, ഇങ്ങനെ പോകാൻ നിർത്തിയില്ല. അപ്പോൾ പന്ഥാവ് വികസനം ചെയ്യണം, ഈ കെട്ടം പൊളിക്കണം, ഈ കെട്ടം പൊളിക്കണം. അങ്ങനെ വന്ന് ഒരു കെട്ടം വന്നപ്പോൾ ലോക്കൽ പൊളിക്കാൻ പാടില്ല. ഇതിന് 300 കൊല്ലം പ്രായമുള്ള കെട്ടമാണ്, പൊളിക്കാൻ പാടില്ല. അപ്പോൾ എന്താ വേണ്ടത്? ഉടൻ തന്നെ അവിടെ ഓരോ സ്റ്റേറ്റിനും കാൻടോൺ എന്നാണ് പറയുന്നത്. കാൻടോൺ ഗവർണർക്ക് ചോദിച്ചു. ഗവർണർ ഇത് വലിയ ഇമ്പോർട്ടൻ്റ്, പ്രസിഡൻ്റൊക്കെ ചോദിക്കണം. പ്രസിഡന്റ് ആളുകൾ ചോദിക്കണം. അപ്പോൾ രാവിലെ റെഫറൻഡം എടുത്തു, ഉച്ചയ്ക്ക് റിസൾട്ട് വന്നു, വൈകുന്നേരം പ്രൊക്ലെയിം ചെയ്തു, ലീവ് ദി ഹൗസ് അലോൺ, ദാറ്റ് ഇസ് ഡെമോക്രസി. ജനഹിതം നടപ്പാക്കുന്നത് അങ്ങനെയാണ്. വളരെ ഒരു സ്ട്രൈക്കിംഗ് എക്സാമ്പിളായിരുന്നു. വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പോകാനും ഒരുപാട് മഹത് വ്യക്തികളെ കാണാനും ഒക്കെ ഉള്ള സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓർമ്മിച്ചാൽ നന്നായിരുന്നു. പല രീതിയിൽ ആക്ടേഴ്സിനെ കണ്ടു. ഞാൻ പറഞ്ഞ പോലെ ഡാനി കെ, എറോൾ ഫ്ലിൻ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഡഗ്ലസ് ഫെയർബാങ്ക്സ്, പിന്നെ അഗത്ത ക്രിസ്റ്റിയെ കണ്ടിട്ടുണ്ട്. അഗത ക്രിസ്റ്റിയുമായിട്ടൊരു ഇൻ്റർവ്യൂ തന്നെ നടത്തിയിട്ടുണ്ടല്ലേ? അത് എങ്ങനെയായിരുന്നു ആ അനുഭവം? ഇൻ്റർവ്യൂ ഷീ കോൾ മീ ടു ഹൗസ്. എന്താ ടീ ഒക്കെ തന്നായിരുന്നു. ഞാൻ ചെന്നു. അപ്പോൾ ഞാൻ നേരത്തെ അറിയിച്ചിരുന്നു, ഞാനിങ്ങനെ ഒരു സാധാരണ മനുഷ്യനല്ല, കാപ്പി കുടിക്കില്ല, ടീ കുടിക്കില്ല, മുട്ട കഴിക്കില്ല. അപ്പോൾ എനിക്ക് എഗ്ഗില്ലാത്ത കേക്ക് ഉണ്ടാക്കി തന്നു, പിന്നെ വെജിറ്റേറിയൻ സാൻഡ്വിച്ച് ഉണ്ടാക്കി തന്നു, ചൈനീസ് ടീ ഉണ്ടാക്കി തന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു ഫോട്ടോഗ്രാഫ് എടുത്തു കേട്ടോ. 6 മണിയായി, ഇപ്പോഴത്തെ ലൈറ്റൊക്കെ പോയിരിക്കും. ഞാൻ പറഞ്ഞു, ഞാനത് നോക്കിയോളാം. അത് എനിക്ക് കുറച്ച് പ്രായമായി. ഞാൻ പറഞ്ഞു, അല്ല, കണ്ട ചെറുപ്പമായിട്ട് എനിക്ക് തോന്നുന്നു. ഫോട്ടോഗ്രാഫ് സംബന്ധിച്ച് എൻ്റെ ആ ഫോട്ടോ എടുത്തു, അതിൻ്റെ കോപ്പി അയച്ചു കൊടുത്തു. അടുത്ത പുസ്തകം ദി പെയിൽ ഹോർസ് എന്നെഴുതിയത് ഓട്ടോഗ്രാഫ് ചെയ്ത് എനിക്കത് പുസ്തകം അയച്ചു. അതിപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മദാമ്മയ്ക്ക് 3 കാര്യം കൊടുത്തു. എൻ്റെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തു. ഞാൻ എൻ്റെ വിസിറ്റിംഗ് കാർഡ് പേപ്പറിലല്ല ഉണ്ടാക്കുന്നത്, ഓലയിലാണ് പ്രിൻ്റ് ചെയ്യുന്നത്. അതൊരെണ്ണം കൊടുത്തു. അപ്പോൾ എനിക്കൊരു കമ്പനി ഉണ്ടായിരുന്നു, അതിൻ്റെ കാർഡ് മൈസൂരിൽ വളരെ ഈ പേപ്പറിൻ്റെ കട്ടിയിൽ ചന്ദനം ചീവി എടുത്തിട്ട് അതിൽ പ്രിൻ്റ് ചെയ്യും. കമ്പനിയുടെ കാർഡ് അത് കൊടുത്തു. പിന്നെ ഒരു കടുവേര നഖം സ്വർണം കിട്ടി, അതും കൊടുത്തു. നമുക്കൊരു സന്തോഷമായി ടീയും കഴിച്ചു. അങ്ങനെ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കൂടെ ഉണ്ടായിരുന്നു. ജാക്ലിൻ കെന്നഡിയുമായിട്ടുള്ള ഉണ്ട്. പാലസിൽ വന്നു, കവടിയാർ പാലസിൽ വന്നു, ടീ കഴിച്ചു. എന്നിട്ട് അപ്പോൾ കെന്നഡി പോയി. അപ്പോൾ ഷി ഹാഡ് ബിക്കം മിസ്സസ് ജാക്ലിൻ കെന്നഡി ഒനാസിസ്. അപ്പോൾ എന്തോ പറഞ്ഞപ്പോൾ കഥകളിയെ പറ്റി സംസാരിച്ചു. അപ്പോൾ എനിക്ക് കഥകളി വലിയ ഇഷ്ടമാണ്. എൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഒന്നും കിട്ടിയ തിരക്കേട്ടില്ല. അപ്പോൾ എപ്പോഴും അയച്ചു തരാം. അപ്പോൾ എൻ്റെ കയ്യിൽ 9 പടങ്ങളുണ്ട്. ഈ നവരസങ്ങൾ, അത്ഭുതം, ബീഭത്സം, ശൃംഗാരം, അങ്ങനെയുള്ളത്, രൗദ്രം, അതിൻ്റെ ഒരു സെറ്റ് എടുത്ത് മദാമ്മയ്ക്ക് അയച്ചു കൊടുത്തു. മദാമ്മ സ്വന്തം കൈപ്പടി തന്നെ മറുപടി അയച്ചു തന്നു. അതും എൻ്റെ സൂക്ഷിച്ചിട്ടുണ്ട്.
നെഹ്റു കുടുംബമായിട്ടുള്ള അടുപ്പം പരിചയമുണ്ട്. ഇന്ദിരാഗാന്ധിയെ പരിചയമുണ്ട്, രാജീവ് ഗാന്ധിയെ പരിചയമുണ്ട്, നെഹ്റുവിനെ പരിചയമുണ്ട്. അതൊക്കെ എങ്ങനെയായിരുന്നു അവരുമായിട്ടൊക്കെ ഒരു അടുപ്പം ഉണ്ടായത്? നെഹ്റു പ്രൈം മിനിസ്റ്ററായിട്ട് തിരുവനന്തപുരത്ത് വന്നു, പാലസിൽ ഡിന്നറിന് വന്നു, അപ്പം കണ്ടിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയെ അപ്പം കണ്ടിട്ടുണ്ട്. പിന്നെ ഡൽഹി വെച്ച് 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇപ്പം മഹാരാജാവ് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ മഹാരാജൻ്റെ ഓരോ അനുഭവങ്ങൾ നമ്മളോട് പറയുമ്പോഴും എല്ലാം ഏറ്റവും കൂടുതൽ മുൻതൂക്കം നമുക്ക് തോന്നുന്നത് സ്നേഹം എന്ന വികാരത്തിൽ. ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യനാവില്ല. ഇത് വളരെ ചെറുപ്പത്തിലേ നമുക്ക് കിട്ടുന്ന ഒരു കൊട്ടാരത്തിൽ നിന്നും അങ്ങനെയായിരുന്നല്ലേ? ഏറ്റവും കൂടുതലൊരു സ്നേഹത്തിൻ്റെ ഒരു എലമെൻ്റ് എല്ലായിടത്തും ഉള്ളതായിട്ട് തോന്നുന്നു. എനിക്ക് ഒരു 1991 ജേഷൻ തിരുവനന്തപുരം നാട് നീങ്ങിയത്. ഒരിക്കലെങ്കിലും എന്നെ അങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കേണ്ടതാണെന്നേ ഉള്ളൂ. ഒരിക്കലും ഒരു ശിക്ഷിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. ചെയ്യിച്ചിട്ടുണ്ട്. അതിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്കൊരു 8-9 വയസ്സേ ഉള്ളൂ. അപ്പോൾ ശാന്തസ്വരൂപനല്ലായിരുന്നു. അപ്പോൾ രാവിലെ എണീച്ചൊക്കെ കുളിച്ച് താരെ വന്നപ്പോൾ ഭൃത്യ എന്തോ എനിക്ക് രസിച്ചില്ല. ഞാൻ ഇവിടെ കമ്പിട്ട് അടിച്ചു. അയാൾ നല്ലയായതുകൊണ്ട് ഉടൻ തന്നെ മഹാരാജാവിനെ പോയി പറഞ്ഞു, അനിയൻ തിരുവനന്തപുരം തെറ്റായിട്ട് വളരുന്നു. അവനെ ആളയച്ചു. ഞാൻ എന്നെ അടിച്ചു എന്നല്ല പറയുന്നത്. അല്ല. അപ്പോൾ എന്നെ വിളിച്ചു വരുത്തി, ഇന്നെന്ത് ചെയ്തു എന്ന് ചോദിച്ചു. രാവിലെ എണീച്ചു, പല്ല് തേച്ചു, കുതിരസ വരെ ഇന്നെന്ത് ചെയ്തു? അവർ കാര്യം ഞാൻ നാരായണനെ അടിച്ചു. പോലീസുകാരനാണോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനായിട്ട്? അല്ലല്ലോ. ഉടനെ തന്നെ ബെല്ലമക്കി സർവാധികാരിക്കാർ, അന്ന് പ്രൈവറ്റ് സെക്രട്ടറിക്ക് പേരതാണ് വന്നു. ഇപ്പോൾ കൊട്ടാരത്തിൽ എത്ര പേരുണ്ട്? ഇപ്പോൾ ഒരു 350 പേരുണ്ട്. അവരെയൊക്കെ ഇവിടെ വരി ആയിട്ട് നിൽക്കാൻ പറയണം. നിന്നു. അനിയൻ്റെ സേവക്കാരൻ നാരായണനെ വിളിക്കാൻ വേണ്ടി വിളിച്ചു. അവർ മുമ്പിൽ കയറി നിൽക്കാൻ പറഞ്ഞ് നിർത്തി. എണീച്ചു. പോയി മാപ്പി പറയാമെന്ന് ചോദിച്ചു. ഞാൻ വെളിയിൽ വന്നു. ഞാൻ അടിച്ചു, ഞാൻ മാപ്പി ചോദിക്കുന്നു. എനിക്ക് യാതൊരു തെറ്റും തോന്നിയില്ല. ഡിസിപ്ലിനാണത്. പറഞ്ഞ അവിടെ കേട്ടിരിക്കണം. അല്ല, പിന്നെ സവർണായിരിക്കുന്ന കാലത്ത് കൊല്ലാനും എന്തിനും അധികാരമുള്ള കാലത്താണിത്. ഈ 350 സെർവൻസിന് മുമ്പിൽ വെച്ചാണ് മാപ്പ് ചോദിപ്പിച്ചതെന്ന് ആലോചിച്ചോണം. നന്ദി ഡോക്ടർ, ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് വന്നതിനും തിരുമനസുമായി ഈ അനുഭവങ്ങൾ പങ്കിട്ടതിനും.